ഈവനിങ് ടൈമിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല കല്ലുമ്മക്കായ നിറച്ചത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന്റെ ഔട്ടറൊക്കെ നല്ല ക്രിസ്പി ആയ കാരണം ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഇതിനാവശ്യമായിട്ട് ജാറിലേക്ക് 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കുക. 1 കപ്പ് തേങ്ങ, കുറച്ച് വെള്ളം, പകുതി സവാളയും കുറച്ച് പെരിഞ്ജീരകവും ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുഴക്കാൻ പാകത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി കൂടുതലായ ഇത് സ്റ്റീമാക്കി കഴിഞ്ഞാൽ നല്ല ഹാർഡാവും. എപ്പോഴും ചെറുതായിട്ട് ഈ ഡഫ് വെറ്റായി തന്നെ ഇരിക്കണേ. ഇതുപോലെ കിട്ടിയാൽ മതി. ഞാൻ ഏകദേശം 1 കപ്പിനേക്കാൾ കുറച്ചുകൂടെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ക്ലീനാക്കി വെച്ച കല്ലുമ്മക്കായയിലേക്ക് ഇത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. 15 കല്ലുമ്മക്കായയിലേക്ക് കറക്റ്റാണ് കേട്ടോ ഇത്. ഈ ഓരോ കല്ലുമ്മക്കായയിലും മാവ് അധികം അങ്ങോട്ട് നിറക്കേണ്ട ആവശ്യമില്ല. ഈ ഷെല്ലിൻ്റെ ഒരേ ലെവലിൽ നിറച്ചാൽ മതി. ഇനി ഇത് തട്ടിൽ വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഇത് കുക്കായി കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ഒന്ന് ചൂടാറാൻ വെക്കുക. ഇത് ചൂടോടെ തന്നെ ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ചൂടാറി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഷെല്ല് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് ഇനി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കാശ്മീരി പൗഡർ, ഗരം മസാല, ഉപ്പ്, വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തിക്കായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാശ്മീരി പൗഡറൊക്കെ ഇടുന്ന കാരണം നല്ല കളർ കിട്ടും കേട്ടോ ഇതിന്. ഇതിന് നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ 3 പോർഷനും നല്ല ഫ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം സെർവ് ചെയ്യാം. ഇതിനി ചൂട് കട്ടൻ ചായയുടെ ഒപ്പോ പാൽ ചായയുടെ ഒപ്പോ അങ്ങോട്ട് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മതിയാവോളം കഴിക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.